എം പിയും ഇല്ല, എം എൽ എയും ഇല്ല, കനലൊരു തരി പോലും ഇല്ലാതെ ബംഗാളിലെ CPM. ബംഗാളിൽ നിന്നുള്ള ഏക CPM MP ആയിരുന്ന ബികാഷ് രഞ്ജൻ ഭട്ടാചാര്യയുടെ രാജ്യസഭാ കാലാവധി ഏപ്രിൽ 2-ന് അവസാനിച്ചതോടെയാണ് ഒരു ചരിത്രം തന്നെ അവസാനിച്ചത്. രാജ്യസഭാ MP ബികാഷ് രഞ്ജൻ ഭട്ടാചാര്യയുടെ കാലാവധി പൂർത്തിയായതോടെ പശ്ചിമ ബംഗാളിൽ നിന്ന് CPM-ന് MP-മാരോ MLA-മാരോ ഇല്ലാത്ത അവസ്ഥ. ബംഗാളിൽ നിന്നുള്ള ഏക CPM MP ആയിരുന്ന ബികാഷ് രഞ്ജൻ ഭട്ടാചാര്യയുടെ രാജ്യസഭാ കാലാവധി ഏപ്രിൽ 2-നാണ് അവസാനിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരംഗത്തെ പോലും ബംഗാളിൽ നിന്ന് വിജയിപ്പിക്കാൻ പതിറ്റാണ്ടുകളായി അധികാരത്തിലിരുന്ന CPM-ന് സാധിച്ചിരുന്നില്ല. കൊൽക്കത്ത മുൻ മേയർ കൂടിയായ ബികാഷ് രഞ്ജൻ ഭട്ടാചാര്യ 2020 ഏപ്രിലാണ് രാജ്യസഭാ അംഗമായത്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ഒരു സ്ഥാനാർത്ഥിക്ക് പോലും വിജയിക്കാൻ സാധിച്ചിരുന്നില്ല. ഇതോടെ രാജ്യസഭയിലേക്ക് വീണ്ടും അംഗത്തെ അയക്കാനുള്ള അംഗബലവും ഉണ്ടായില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും CPM-ന്റെ ഒരു സ്ഥാനാർത്ഥി പോലും വിജയിച്ചില്ല. ഇതോടെയാണ് ബംഗാളിൽ നിന്നും പാർലമെന്റിലും നിയമസഭയിലും CPM-ന് പ്രതിനിധി ഇല്ലാതെ പോയത്. നിയമസഭയിൽ മുൻ മുഖ്യമന്ത്രി ജ്യോതി ബസുവിന്റെ അനുസ്മരണത്തിൽ സംസാരിക്കാൻ ഒരു CPM അംഗം പോലും ഇല്ലാത്ത സാഹചര്യം പാർട്ടിക്കുണ്ടായിരുന്നു. 1977-ൽ 178 സീറ്റ് നേടിയാണ് CPM ബംഗാളിൽ അധികാരത്തിലെത്തിയത്. തുടർന്നുള്ള 4 നിയമസഭകളിലും വൻ വിജയം നേടി ജ്യോതി ബസു മുഖ്യമന്ത്രിയായി തുടർന്നു. 2001 മുതൽ 2011 വരെ ബുദ്ധദേവ് ഭട്ടാചാര്യയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തുണ്ടായിരുന്നത്. 2011 തെരഞ്ഞെടുപ്പിലാണ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ അധികാരം പിടിച്ചത്. അന്ന് 40 സീറ്റിലാണ് CPM വിജയിച്ചത്. പിന്നീട് ബംഗാളിൽ CPM-ന് ഒരു തിരിച്ചുവരവുണ്ടായില്ല. 2016-ൽ 26 സീറ്റിലേക്ക് ഒതുങ്ങിയ CPM-ന് കോൺഗ്രസുമായി സഖ്യത്തിൽ മത്സരിച്ച 2021-ൽ ഒരു ഒറ്റ സീറ്റിൽ പോലും ജയിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് CPM-ന് നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. ഇത്തവണ കോൺഗ്രസ് സഖ്യമില്ലാതെയാണ് മത്സരിക്കുന്നത്. ഇതിനിടെ ബംഗാളിൽ CPM തിരിച്ചു വരുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം ആവർത്തിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ CPM നിയമസഭയിൽ എത്തുമെന്ന കാര്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് CPM ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം. ബംഗാളിലെ തൃണമൂലിന്റെ ജനവിരുദ്ധ നയങ്ങൾ മടുത്ത ജനങ്ങൾ വീണ്ടും ഇടതിലേക്ക് തിരിച്ചു വരികയാണെന്ന് മുഹമ്മദ് സലീം പറഞ്ഞു. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ധാരണയുണ്ടായിരുന്നു. ഇത്തവണ സംയുക്ത പോരാട്ടത്തിൽ ചേരേണ്ടെന്ന് കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു. ബംഗാളിനെ രക്ഷിക്കാനായുള്ള ഇടത് തിരിച്ചുവരവിനാണ് CPM ഉറ്റുനോക്കുന്നത്. അത് സംഭവിച്ചാൽ കോൺഗ്രസിന് ഇടമുണ്ടാവില്ലെന്ന് മുഹമ്മദ് സലീം പറഞ്ഞു. മമതാ ബാനർജി വ്യാജ പ്രതിച്ഛായ ഉണ്ടാക്കിയിരിക്കുകയാണ്. പഴയ കാലത്ത് പോലും ജനസംഘത്തിനും RSS-നും ഇടമില്ലായിരുന്നു. അവർക്ക് ഇടം നൽകിയത് മമതാ ബാനർജിയാണെന്ന് മുഹമ്മദ് സലീം കുറ്റപ്പെടുത്തി. ഇടതുപക്ഷം ബംഗാളിൽ 282 സീറ്റിലാണ് മത്സരിക്കുന്നത്. മറ്റു സീറ്റുകൾ CPIML, ISF അടക്കമുള്ള സംഘടനകൾക്ക് നൽകി. തൃണമൂൽ കോൺഗ്രസും BJP-യും മുഖാമുഖം പോരാടുന്ന ബംഗാളിൽ കാര്യമായ ചലനമുണ്ടാക്കാൻ 34 വർഷം തുടർച്ചയായി ഭരിച്ച CPM-ന് ഇപ്പോൾ കഴിയുന്നില്ല. നിയമസഭയിലും ലോക്സഭയിലും CPM-ന് സംസ്ഥാനത്ത് നിന്നും പ്രതിനിധികളില്ല എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. ഏതായാലും ഈ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് പ്രാധാന്യമേറെയാണ്.